ചൈനയിലെ തട്ടുകടയിൽ എങ്ങനെയാണ് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. അപ്പോൾ ഇത് ഓയിൽ ചൂടായതിന് ശേഷം അതിലോട്ട് മുട്ട ആഡ് ചെയ്ത് കൊടുത്തു. മുട്ട ഇതുപോലെ ഒന്ന് ചിക്കി എടുത്തതിന് ശേഷം അതിലോട്ട് സ്പ്രൗട്ടാണ് ഇപ്പോൾ ആഡ് ചെയ്തത്. സ്പ്രൗട്ടും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജും ഇട്ട് കൊടുത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ തീ വെച്ചതിന് ശേഷം ഇവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. ചൈനീസ് ഫുഡുകളുടെ എല്ലാം ടേസ്റ്റിന് ഒരു കാരണം തന്നെ ഈ തീയുടെ ഒരു ക്രമീകരണമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ അവർ അത്രയ്ക്കും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടായിരിക്കും. ഈവൻ നമ്മുടെ ഫ്ലാറ്റിലാണെങ്കിൽ പോലും നമ്മുടെ സ്റ്റൗവിന് നല്ല ഫ്ലെയിം ഉണ്ടാവും. നാട്ടിലെ സ്റ്റൗവിന് അത്ര ഫ്ലെയിം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനുശേഷം അവർ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. റൈസ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് അതിലോട്ട് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത് അജിനോമോട്ടോയാണ്. ചൈനയിലെ ഫുഡുകളിലെല്ലാം തന്നെ ഇവർ ഒരു പരിധി വരെ, ഒരുപാടൊന്നും ആഡ് ചെയ്യാറില്ല, അജിനോമോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചൈനീസ് ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും കഴിക്കണമെന്നുള്ള ഒരു തോന്നൽ നമ്മൾക്ക് വരുന്നത് തന്നെ. അപ്പോൾ അതിനുശേഷം ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അവരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു 2 മിനിറ്റിനുള്ളിൽ ഒരു ചൈനീസ് ഫുഡ് റെഡി ആകും കേട്ടോ. അത്ര മാത്രമേ ഇവർക്ക് സമയം ആവശ്യമായി വരുന്നുള്ളൂ. അതിനുശേഷം ഇതിലോട്ട് സോയാ സോസാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തത്. കുറച്ച് മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുത്തു. എരിവ് വേണ്ടവർക്ക് മാത്രം, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അതിനുശേഷം വീണ്ടും ഇതുപോലെ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടേയിരുന്നു. പിന്നെ ഇതുപോലെയുള്ള ഒരുപാട് റെസിപ്പികളുണ്ട്. ഇതൊരു ഫ്രൈഡ് റൈസിൻ്റെ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്കിനിയും കൂടുതൽ ചൈനീസ് റെസിപ്പികൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അതിനുശേഷം ഇവർ സ്പ്രിങ് ഒനിയനാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത്. അതും ഇട്ട് ഇതുപോലെ വീണ്ടും ഇളക്കിക്കൊണ്ടേയിരുന്നു. അതാ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതാ പാക്ക് ചെയ്ത് കൊടുത്തു. ഇതാണ് തട്ടുകട സ്റ്റൈലിൽ ഫ്രൈഡ് റൈസ്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.